എയ്സ് കരുതാപ്പിളുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ക്രൂ ത്രെഡുമായിട്ട് ബന്ധപ്പെട്ട കേരള PSC ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കുറച്ച് ITA ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് സ്ക്രൂ ത്രെഡിൻ്റെ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളോട് നിങ്ങളോടൊന്ന് ഒരിടം പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടെ ക്ലാരിഫൈ വരുത്തി പറയുകയാണ്. അപ്പം സ്ക്രൂ ത്രെഡിൻ്റെ ബേസിലാണ് നമ്മൾ ത്രെഡ് ആംഗിളിൻ്റെ ബേസിലാണ് നമ്മൾ സ്ക്രൂ ത്രെഡിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെല്ലാം ഐസോമെട്രിക് ത്രെഡ് പറഞ്ഞു, ആക്മെ ത്രെഡ് പറഞ്ഞു, ബട്ടർസ് ത്രെഡ് പറഞ്ഞു, BSW പറഞ്ഞു, BA ത്രെഡ് പറഞ്ഞു. എല്ലാം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയുന്നതേ ഉള്ളൂ. കാര്യം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയപ്പെടുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു കാര്യം നമുക്ക് നോക്കിയിട്ട് വരാം. ഫസ്റ്റിലെ പറയുന്നത് BSW ത്രെഡാണ്. ത്രെഡിൻ്റെ ആംഗിളിൻ്റെ ബേസ് ചെയ്താണ് നമ്മൾ ഇതാണ് ത്രെഡ് ആംഗിൾ എന്നൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ത്രെഡിൻ്റെ ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ത്രെഡിൻ്റെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ത്രെഡിൻ്റെ പേര് വരുന്നത്. ഫസ്റ്റ് BSW ത്രെഡ് എന്നൊരു പേരാണ്. BSWയുടെ ഫുൾ ഫോം ഓൾറെഡി പറഞ്ഞു, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് എന്നാണ് BSWയുടെ ഫുൾ ഫോം. BSW ത്രെഡിൻ്റെ ആംഗിൾ 55 ഡിഗ്രിയാണ്, 55 ഡിഗ്രിയാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ 0.6403 പിച്ച്. അതായത് പിച്ച് നമ്മൾ പറഞ്ഞു, ഒരു ഡിസ്റ്റൻസ് മുതൽ ഒരു പോയിന്റ് മുതൽ അതിൻ്റെ കറസ്പോണ്ടിങ് അടുത്ത ഗ്രൂവിൽ ആ പോയിന്റിനുള്ള ദൂരമാണ് പിച്ച് എന്ന് പറയുന്നത്. എങ്കിൽ 0.6403 ഇൻറ്റു പിച്ച് ആണ് BSW ത്രെഡിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം. അതും ഇതും സ്ഥിരമായിട്ട് മാറിയും തിരിഞ്ഞും ചോദിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്ന BA ത്രെഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് വാല്യൂസ് സ്ഥിരമായിട്ട് മാറിയും തിരിഞ്ഞും ചോദിക്കുന്നതാണ്. BA ത്രെഡ് ചോദിക്കുവാണെങ്കിൽ ഓപ്ഷൻ ഫസ്റ്റ് കിടക്കുന്നത് 0.6P ആയിരിക്കും. അപ്പോൾ നമ്മൾ 0.6403 ആണോ 0.6 ആണോ എന്ന് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് വ്യക്തമായിട്ട് ഓർത്തിരിക്കുക, BSW ത്രെഡിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0.6403 ആണ്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്, കഴിഞ്ഞ ഫിഗറിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ഈ രണ്ടെണ്ണം തമ്മിൽ മേറ്റ് ചെയ്യുന്ന ആ ഒരു ദൂരം, ആ രണ്ടുകൂടെ ഇപ്പോൾ ഇതിനകത്ത് വേറൊരു ത്രെഡ് കയറി വരുമ്പോൾ ആ ഒരു ദൂരം ഉണ്ടല്ലോ, ആ ഒരു ഹൈറ്റ്, ഇതിനാണ് ഡെപ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. എങ്കിൽ BSWന് മറ്റൊരു ടൈപ്പ് കൂടെ ഉണ്ട്. BSW ഫൈൻ ത്രെഡ് എന്ന ഒരു ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട്. ഫൈൻ മീൻസ് അതിനകത്തുള്ള ത്രെഡുകൾ കുറച്ച് ഫൈൻ ആയിരിക്കും. അപ്പം BSW ത്രെഡ് 55 ഡിഗ്രിയാണ്. BSW ഫൈൻ ത്രെഡും 55 ഡിഗ്രി തന്നെയാണ്. അപ്പം BSW ഫൈൻ ത്രെഡ് എന്നുള്ളത് കറക്റ്റ് ഓർത്തിരിക്കുക. BSW ഫൈൻ ത്രെഡും 55 ഡിഗ്രി തന്നെയാണ് അതിൻ്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പം BSW 55 ഡിഗ്രി, ഡെപ്ത് 0.6403 പിച്ചാണ്. ഇനി BSW ഫൈൻ പറഞ്ഞാലും 55 ഡിഗ്രി തന്നെയാണ് അതിൻ്റെ വാല്യൂ എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്തത് BA ത്രെഡ്. BAയുടെ ഫുൾ ഫോം എന്താ? ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡാണ് BA ത്രെഡ് എന്നറിയപ്പെടുന്നത്. 47.5 ഡിഗ്രിയാണ് അവിടുത്തെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ 0.06P. സാധാരണ 0.06 എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 0.61 അങ്ങനെ ഒരു പോയിന്റ് വരുന്നത്. 0.6 എന്നാണ് സാധാരണ ക്വസ്റ്റ്യനകത്ത് വരാറുള്ളത്. 0.6 ടൈംസ് പിച്ചാണ് BA ത്രെഡിൻ്റെ ത്രെഡ് ആംഗിൾ, ഡെപ്ത് എന്ന് പറയുന്നത്. ത്രെഡ് ആംഗിൾ എത്രയാണ്? 47 ഡിഗ്രി. ഇനി ഒരു ക്വസ്റ്റ്യനോട് പറയാനുണ്ട്, BSW ഫൈൻ ത്രെഡ് കാണുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എവിടെയാണെന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇനി ഐസോമെട്രിക് ത്രെഡിന്റെ ആംഗിൾ 60 ഡിഗ്രി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അവിടെ ഒരു ഐസോമെട്രിക്കിന്റെ റൂട്ടിന്റെ ഷേപ്പ് എന്താണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ടും ക്രസ്റ്റും ഇന്നത്തെ ഫിഗറിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഏതാ അപ്പർ പാർട്ട് ഏതാണ്, ലോവർ പാർട്ട് ഏതാണെന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ചോദിക്കുന്നത്, അതായത് നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ത്രെഡ് എന്ന് പറഞ്ഞൊരു പോർഷൻ പഠിച്ചിട്ടുണ്ട്. ആ പോർഷനിലൂടെ നോക്കിയാൽ ഫിഗറിനകത്തോണ്ട് റൂട്ട് എന്താണ്, ക്രസ്റ്റ് എന്താണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐസോമെട്രിക് ത്രെഡിന്റെ റൂട്ടിന്റെ ഷേപ്പ് ഏതാണ്? റൂട്ടിന്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഐസോമെട്രിക് ത്രെഡിന്റെ റൂട്ടിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ആണെന്ന് ഓർത്തിരിക്കുക. റൂട്ടും ക്രസ്റ്റും നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലുള്ള നോമൻക്ലേച്ചറിലുള്ളതാണ്. എന്താണ് റൂട്ട്, എന്താണ് ക്രസ്റ്റ് എന്നതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ റൂട്ടിന്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പ് ആണ്. നെക്സ്റ്റ് വരുന്നത് സ്ക്വയർ ത്രെഡിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 0.5P ആണ്. സ്ക്വയർ ത്രെഡിൻ്റെ 0.5P ആണ്. അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5P ആണ്. ഇതാണ് സ്ക്വയർ ത്രെഡിന്റെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഡെപ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതാണ് അതിന്റെ വിഡ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡെപ്തും വിഡ്ത്തും 0.5 ടൈംസ് പിച്ചാണെന്നുള്ള ഓർത്തിരിക്കുക. ഇനി ആക്മെ ത്രെഡ് ആണ്. ആക്മെ ത്രെഡ് 29 ഡിഗ്രി ആണ്.
ആക്മെ ത്രെഡ് ബന്ധപ്പെട്ട് ഓർക്കേണ്ട കാര്യം ലെയ്ത്തിന്റെ ലീഡ് സ്ക്രൂവിൽ ഉപയോഗിക്കുന്നത് ആക്മെ ത്രെഡാണ്. ലീഡ് സ്ക്രൂവിന്റെ ത്രെഡ് ആക്മെ ത്രെഡാണെന്ന് ഓർത്തിരിക്കുക. അതിന്റെ ഡെപ്തും 0.5 ടൈംസ് പി ആണ്. അതിന്റെ ഡെപ്തും 0.5 ടൈംസ് പി ആണ്. ആക്മയുടെ മറ്റൊരു പേരാണ് ട്രപ്പിസോഡൽ ത്രെഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് അതുകൂടെ ഓർത്തിരിക്കുക. ആക്മെ ത്രെഡ് അതർവൈസ് നോൺ ആസ് ട്രപ്പിസോഡൽ ത്രെഡ്. ഇത് ബട്ടർസ് ത്രെഡിന്റെ ഒരു ഫോട്ടോയാണ്. ബട്ടർസ് ത്രെഡിന്റെ ആംഗിൾ 45 ഡിഗ്രിയാണ്. ബട്ടർസ് ത്രെഡിന്റെ ആംഗിൾ വരുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ടർസ് ത്രെഡിന്റെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 45 ഡിഗ്രിയാണ്. പിന്നെ ബട്ടർ ത്രെഡിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞല്ലോ, വൺ വേ മൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ വൈസിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ത്രെഡ് എന്ന് പറഞ്ഞാൽ ബട്ടർ ത്രെഡാണ്. പിന്നെ വരുന്നത് നെക്കിൾ ത്രെഡാണ്. നെക്കിളിന്റെ ഷേപ്പ് ഉണ്ടോ? നെക്കിളിന്റെ ഷേപ്പ് ഇതാണ്. നെക്കിളിനകത്ത് ഡെപ്ത് 0.5 പിച്ച്, റേഡിയസ് 0.25. അതായത് ഈ കാണുന്ന കർവ് ഉണ്ടല്ലോ, ഈ കർവിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 0.25 ടൈംസ് പിച്ചാണെന്ന് ഓർത്തിരിക്കുക. നെക്കിൾ എവിടെ ഉപയോഗിക്കുന്നത്? നെക്കിൾ ത്രെഡ് ഉപയോഗിക്കുന്നത് റെയിൽവേ ക്യാരേജ് കപ്ലിംഗ്. ഒരു എക്സാമ്പിൾ റെയിൽവേ ക്യാരേജ് കപ്ലിംഗ് പറഞ്ഞു. മറ്റൊരെണ്ണം പറഞ്ഞ എന്തുവാ? നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹോസ് കോളർ ഉള്ള ത്രെഡ് എന്ന് പറഞ്ഞത് ഈ പറയപ്പെടുന്ന ഏതാ പറഞ്ഞു? നെക്കിൾ ത്രെഡ്. നെക്കിൾ ത്രെഡിന്റെ 2 ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇന്നലെ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. നമ്മൾ ഫാസ്റ്റ്നെസ്സിനെ ക്ലാസിഫൈ ചെയ്തു. ടെമ്പററി എന്നും പെർമനന്റ് എന്നും. പിന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക, സെമി പെർമനന്റ്. അപ്പം ടെമ്പററിയുടെ എക്സാമ്പിൾ ആണ് നട്ട്, ബോൾട്ട്, സ്ക്രൂ, കീ, അതുപോലുള്ള സംഭവങ്ങളല്ല. അതായത് നമുക്ക് 2 പാർട്സിനെ കറക്റ്റായിട്ട് ഊരി മാറ്റാൻ, ഡിസ്മാൻഡിൽ ചെയ്യാൻ നോക്കും. പെർമനന്റ് ആണ് വെൽഡിങ്, റിവെറ്റിങ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞ പെർമനന്റ് ആണ്. അപ്പോൾ ആ സ്ലൈഡിനകത്ത് ഞാൻ സോൾഡറിംഗ് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു, അത് തെറ്റാണ്. സെമി പെർമനന്റിനകത്താണ് സോൾഡറിങ് വരുന്നത്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. സോൾഡറിംഗ് വരുന്നത് സെമി പെർമനന്റ് ഫാസ്റ്റനിങ്ങിനകത്താണ്. സെമി പെർമനന്റ് ഫാസ്റ്റനേഴ്സിന്റെ എക്സാമ്പിളിനകത്താണ് നമ്മൾ പറയുന്ന സോൾഡറിംഗ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഇന്നലെ പറഞ്ഞപ്പം ആ സ്ലൈഡിനകത്ത് അത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്ലൈഡ് നിങ്ങളെങ്കിലും കണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പം പഠിക്കാൻ തെറ്റാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. സോൾഡറിംഗ് എന്ന് പറയുന്നത് ഒരു സെമി പെർമനന്റ് ഫാസ്റ്റനിങ് ഡിവൈസ് ആണെന്ന് ഓർത്തിരിക്കുക. എങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ഓഫ് IS ത്രെഡ്. IS മീൻസ് ISO ത്രെഡാണ് ഉദ്ദേശിക്കുന്നത്. ദ ആംഗിൾ ഓഫ് ഐസോമെട്രിക് ത്രെഡ് അല്ലെ IS ത്രെഡ് അല്ലെങ്കിൽ വി ഷേപ്പ് ത്രെഡ് എന്നും അറിയപ്പെടുന്നത് ഈ പറയപ്പെടുന്ന ഐസോമെട്രിക് ത്രെഡാണ്. ആംഗിൾ ഓഫ് ഐസോമെട്രിക് ത്രെഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 29 എന്ന് പറഞ്ഞാൽ എന്താ? ആക്മേഡയാണ്, അതല്ല. 47 എന്ന് പറഞ്ഞാൽ എന്താ? BA ത്രെഡിനെയാണ്, അതല്ല. 50 ഡിഗ്രി നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ ആൻസർ വരുന്നത് 60 ഡിഗ്രിയാണ് അവിടുത്തെ ആൻസർ വരുന്നത്. ഓർത്തിരിക്കുക, ഐസോമെട്രിക് ത്രെഡിന്റെ ആംഗിൾ 60 ഡിഗ്രിയാണ്. വാട്ട് ടൈപ്പ് ഓഫ് ത്രെഡ് ആർ സ്യൂട്ടബിൾ ഫോർ സ്മോൾ പ്രിസിഷൻ കമ്പോണന്റ് ആൻഡ് മെഷറിംഗ് ഗേജസ്? ഓൾറെഡി പറഞ്ഞതാണ് ഈ കാര്യം. റാച്ചറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് മൈക്രോമീറ്ററിനകത്ത് അല്ലെങ്കിൽ വെർണിയറിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൈം പറഞ്ഞു, റാച്ചറ്റ് സ്റ്റോപ്പ്. അതായത് പ്രിസിഷൻ കൂടിയ ഇൻസ്ട്രുമെന്റ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് ഏതാണെന്നുള്ളതാണ് പറഞ്ഞതാണ്. റാച്ചറ്റ് സ്റ്റോപ്പ് ഒക്കെ ഉപയോഗിക്കുന്നതിനാണ് അതിന്റെ ആ പ്രഷർ നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് റാച്ചറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോ ഡിവൈസസിലൊക്കെ ഉപയോഗിക്കുന്നത്. ആ പേരൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എങ്കിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, വാട്ട് ടൈപ്പ് ഓഫ് ത്രെഡ്സ് ആർ സ്യൂട്ടബിൾ ഫോർ സ്മോൾ പ്രിസിഷൻ കമ്പോണന്റ് ആൻഡ് മെഷറിംഗ് ഗേജസ്? ഏതാ ആൻസർ? ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡാണ് അവിടെ ആൻസർ വരുന്നത്. വിത്ത് വർത്ത് സ്ക്രൂ ത്രെഡ് ഒന്നുമല്ല, ആക്മെ ത്രെഡ് അല്ല, സ്ക്വയർ ത്രെഡ് അല്ല. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്ക്രൂ ത്രെഡ് ഫോംസ് ഹാസ് ആൻ ഇൻക്ലൈൻഡ് ആംഗിൾ ഓഫ് 29 ഡിഗ്രി? 29 ഡിഗ്രി വരുന്ന ത്രെഡിന് പറയുന്ന പേരെന്താണ്? ആക്മെ ത്രെഡ് ആണോ, നെക്കിൾ ത്രെഡ് ആണോ, BA ത്രെഡ് ആണോ, ബട്ടർസ് ത്രെഡ്? ബട്ടർസിന് വരുന്നത് 45 ആണ്. പിന്നെ BA ത്രെഡിന് 47 ആണ്. നെക്കിൾ ത്രെഡിന്റെ നമ്മൾ ആംഗിൾ പറയുന്നില്ല. ആക്മെ ത്രെഡിന്റെ ആംഗിൾ 29 ഡിഗ്രിയാണ്. ഓർത്തിരിക്കുക, ആക്മെ ത്രെഡ് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? എന്താ അറിയപ്പെടുന്ന മറ്റൊരു പേര്? ട്രപ്പിസോഡൽ ത്രെഡ്. ഓർത്തിരുന്നാൽ മതി. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് lead and pitch are equal. Lead is double the pitch is double the lead is half the pitch. ലീഡും പിച്ചും തമ്മിലെ റിലേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്താണ് ലീഡും പിച്ചും തമ്മിലെ റിലേഷൻ? ലീഡ് ഈസ് ഇക്വൽ ടു N ഇൻറ്റു പിച്ച് ആണോ? അങ്ങനെയാണെങ്കിൽ
അപ്പം ലീഡ് എന്ന് പറയുന്നത് L ആണ് ഡിനോട്ട് ചെയ്യുന്നത്. L ഈസ് ഇക്വൽ ടു N ഇൻറ്റു P ആണ്. വേറെ N ഈസ് ദ നമ്പർ ഓഫ് സ്റ്റാർട്ട് ആണ് N എന്ന് പറയുന്നത്. N ഈസ് നമ്പർ ഓഫ് സ്റ്റാർട്ട്. ഓക്കെ ആണല്ലോ. ലീഡ് ഈസ് ഇക്വൽ ടു N ഇൻറ്റു പിച്ച്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ്. അപ്പം സിംഗിൾ സ്റ്റാർട്ട് ആകുമ്പോൾ എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കും. 1 കൊടുക്കുമ്പോൾ ആൻസർ വരുന്നത് എന്തുവാ? L ഈക്വൽ ടു P എന്ന് വരും. ദാറ്റ് ഈസ് ആൻസർ എന്തുവാ? ലീഡ് ആൻഡ് പിച്ച് ആർ ഈക്വൽ. ക്ലിയർ ആയോ? ലീഡ് ഈസ് ഇക്വൽ ടു L ഈക്വൽ ടു N ഇൻറ്റു P എന്ന് വരുന്നത്. വേറെ N ഈസ് നമ്പർ ഓഫ് സ്റ്റാർട്ട്, P എന്ന് പറഞ്ഞാൽ പിച്ചാണ്, L എന്ന് പറഞ്ഞാൽ ലീഡാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിനും N-ന്റെ വാല്യൂ സിംഗിൾ സ്റ്റാർട്ട് ആണെങ്കിൽ 1, ഡബിൾ സ്റ്റാർട്ട് ആണെങ്കിൽ 2, ട്രിപ്പിൾ സ്റ്റാർട്ട് ആണെങ്കിൽ 3, അങ്ങനെ പോകും. അപ്പോൾ അവിടെ നിന്ന് ആൻസർ കിട്ടും ലീഡ് ആൻഡ് പിച്ച് ആർ ഈക്വൽ. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ പിച്ച് ഓഫ് 3 സ്റ്റാർട്ട് ത്രെഡ്. The pitch of 3 start thread is the lead divided by. അത് മറ്റേ ഇക്വേഷൻ തന്നെയാണ്. L is equal to NP ആണ്. അപ്പോൾ L is equal to 3 സ്റ്റാർട്ട് ആണെങ്കിൽ L is equal to NP ആണ്. അപ്പോൾ പിച്ച് ഓഫ്, അപ്പോൾ പിച്ചാണ് വേണ്ടത്. പിച്ച് എന്ന് പറയുന്നത് എന്തുവാ? L divided by 3. സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യമാണ്. പിച്ച് ഓഫ് 3 സ്റ്റാർട്ട് ത്രെഡ് ഈസ് ദ ലീഡ് ഡിവൈഡ് ബൈ 3. വേറെ ഒന്നും നോക്കാനില്ല. എങ്ങനെ വന്നത് നമുക്ക് നോക്കിയാൽ കാണാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, the distance through which a screw thread advances axially in one turn. അതായത് ഞാനൊരു സ്ക്രൂ വെച്ചു, ഒരു സ്ക്രൂ വെച്ചിട്ട് അതിനെ ഒരു കംപ്ലീറ്റ് ടേൺ തിരിച്ചു. തിരിക്കുമ്പോൾ ആ സ്ക്രൂ ആക്സിലി അഡ്വാൻസ് ചെയ്യും. എങ്കിൽ ആക്സിലി അഡ്വാൻസ് ചെയ്യുന്ന ദൂരത്തിന് പറയുന്ന പേരെന്താണ്? ലീഡ് ഓഫ് ത്രെഡ്, പിച്ച് ഓഫ് ത്രെഡ്, ഡയമീറ്റർ ഓഫ് ത്രെഡ്, ഡെപ്ത് ഓഫ് ത്രെഡ്. ഇത് ആൻസർ വരുന്നത് പറയുന്ന പേര് ലീഡ് അല്ലെങ്കിൽ ലീഡ് ഓഫ് ത്രെഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ത്രെഡ്സ് ഈസ് യൂസ്ഡ് ഓൺ മെക്കാനിക്കൽ ജാക്ക്. മെക്കാനിക്കൽ ജാക്കിനകത്ത് ഉപയോഗിക്കുന്ന സ്ക്രൂ ത്രെഡിന്റെ പേരെന്താണ്? ആക്മെ ത്രെഡ് എന്ന് പറഞ്ഞാൽ ലീഡ് സ്ക്രൂ ആണ് പഠിച്ചത്. ബട്രസ് നമ്മൾ പഠിച്ചത് എന്തുവാ? വൺ സൈഡ്. BSF അല്ല. എങ്കിൽ ആൻസർ വരുന്നത് സ്ക്വയർ ത്രെഡ് ആണ് നമ്മൾ പറഞ്ഞ മെക്കാനിക്കൽ ജാക്കിനകത്ത് ഉപയോഗിക്കുന്നത്. മെക്കാനിക്കൽ ജാക്കിൽ ഉപയോഗിക്കുന്നത് സ്ക്രൂ ത്രെഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BSF മീൻസ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ഫൈൻ. അതാണ് BSF എന്ന് ഉദ്ദേശിക്കുന്നത്. BSF ഈ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ് ആർ ജനറലി യൂസ്ഡ് ഫോർ. ഇലക്ട്രിക്കൽ ഗുഡ്സ് ആണോ, ഒറിജിനലി ഓർഡിനറി ബോൾട്ട് ആൻഡ് നെറ്റാണോ, വൈസ് സ്പിൻഡിലാണോ, ലെയ്ത്ത് ലീഡ് സ്ക്രൂ ആണോ? അത് കറക്റ്റ് ഓർത്തിരിക്കുക. ഒരു ക്വസ്റ്റ്യൻ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ഫൈൻ ത്രെഡ് എന്ന് പറയുമ്പോൾ അവിടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് എവിടെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഇലക്ട്രിക്കൽ ഗുഡ്സിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ പറയപ്പെടുന്ന ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ഫൈൻ ത്രെഡ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ഫൈൻ സ്ക്രൂ ത്രെഡ് ആണ് ജനറലി യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ഗുഡ്സ്. കറക്റ്റ് ഓർത്തിരിക്കുക. The depth of BA screw thread. Depth of BA screw thread is the depth of British Association screw thread is. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. 0.64P അല്ല, 0.6035 അല്ല, 0.6P, 0.61P. ഏത് ആൻസർ വരുന്നത്? ഓൾറെഡി പറഞ്ഞു 0.6P ആണ് അവിടുത്തെ ആൻസർ എന്ന് കാര്യം ഓർത്തിരിക്കുക. വേറെ ഒന്നും വേണ്ട. നമ്മുടെ ആൻസർ കീഴിൽ വരുന്നത് 0.6P ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡിന്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, BSF അതായത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ സ്ക്രൂ ത്രെഡ് ഹാവ് ആൻ ആംഗിൾ ഹാവ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ഫൈൻ ടൈപ്പ്, അതായത് F ഉദ്ദേശിക്കുന്ന ഫൈൻ ആണ്. സ്ക്രൂ ത്രെഡ് ഹാവ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് 30 ഡിഗ്രി ആണോ, 45 ഡിഗ്രി ആണോ, 55 ഡിഗ്രി ആണോ, 60 ഡിഗ്രി ആണോ? ഇത് ആംഗിൾ വരുന്നത് 55 ഡിഗ്രി ആണ്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്തും ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡും സെയിം ആംഗിൾ തന്നെയാണ്. അടുത്തത്, എ സ്ക്രൂ ത്രെഡ് ഈസ് ഫോംഡ് ഓൺ എ സിലിണ്ടറിക്കൽ സർഫസ് ബൈ കട്ടിങ്. ഒരു സ്ക്രൂ ത്രെഡ് ഫോം ചെയ്യുന്നത് സിലിണ്ടറിക്കൽ സർഫസ് എങ്ങനെ കട്ട് ചെയ്തിട്ടാണ്? ഹെലിക്കലി ആണോ, വി ഗ്രൂസ് ആണോ, സ്ക്വയർ ഗ്രൂസ് ആണോ, ഹാഫ് റൗണ്ട് ഗ്രൂസ് ആണോ? ആൻസർ ഹെലിക്കൽ ഗ്രൂവ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രൂ ത്രെഡ് ഫോം ചെയ്യുന്നത്. സിലിണ്ടറിക്കൽ പീസിൽ ഹെലിക്കൽ ഗ്രൂസ് കട്ട് ചെയ്യും. ദ റൂട്ട് ഓഫ് ഐസോമെട്രിക് ത്രെഡ് ഈസ്, പറഞ്ഞ കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പോയിന്റ് പറഞ്ഞത്. ദ റൂട്ട് ഓഫ് ഐസോമെട്രിക് ത്രെഡ് ഈസ് ഫ്ലാറ്റ് ആണോ, റൗണ്ട് ആണോ, ഷാർപ്പ് ആണോ, നൺ ഓഫ് ദി അബോവ് ആണോ? ഏതാ വരുന്നത്? ഐസോമെട്രിക് ത്രെഡിന്റെ റൂട്ട് എന്ന് പറയുന്നത് റൗണ്ട് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ത്രെഡഡ് അസംബ്ലി ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ത്രെഡ്സ് ടേക്സ് പ്ലേസ് ഓൺ. ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. ഫ്ലാങ്ക് എന്ന് പറഞ്ഞൊരു ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? മേറ്റിംഗ് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞത്. ഫീമെയിൽ മെയിൽ ത്രെഡിന്റെ എന്താ പോയിന്റ്സ് മീറ്റ് ചെയ്യുന്ന പ്ലേസ്. അപ്പോൾ ഫീമെയിൽ മെയിൽ ത്രെഡ് മേറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഫ്ലാങ്കിന് പറയുന്ന പേരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടൈം, ഫ്ലാങ്ക് എന്നുള്ള ടൈം. ഫ്ലാങ്ക് എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിൽ പറഞ്ഞിരുന്നു, എന്താ
ആ റൂട്ടും ക്രസ്റ്റും തമ്മിലുള്ള ചരിഞ്ഞ ദൂരം, അതിന് ഫ്ലാങ്ക് എന്നാണ് സാധാരണ പറയുന്നത്. അപ്പം മേറ്റിംഗ് സർഫസ്, സ്ക്രൂ ത്രെഡിന്റെ മേറ്റിംഗ് സർഫസ് ചോദിച്ചാൽ ആൻസർ വരുന്നത് പിച്ച് അല്ല, ക്രസ്റ്റ് അല്ല, റൂട്ട് അല്ല, ആൻസർ ഈസ് ഫ്ലാങ്ക്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സ്ക്രൂ ത്രെഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പം ഉള്ള MCQs ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ITA ടെക്സ്റ്റുകളിലൊക്കെ കിട്ടും. ഏകദേശം PSC ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ലെവൽ ഇവിടം വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കുറച്ച് അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ടെസ്റ്റുകൾ ഇടുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ മറ്റൊരു സെഷൻ നമുക്ക് വീണ്ടും കാണാം.